ിൻ്റെ വാലിന് നീളം കൂട്ടുന്നു. ഇവിടെ ഒരുപാട് പ്രസംഗകരുണ്ട്, പഠിതാക്കളുണ്ട്, പക്ഷേ പ്രവർത്തിക്കാൻ ആളില്ല. സുവിശേഷം പ്രസംഗിക്കപ്പെട്ടാൽ പോരാ, പ്രവർത്തിക്കപ്പെടണം. ഹല്ലേലൂയ. യേശുവിൻ്റെ പ്രത്യേകത പ്രസംഗിച്ചതൊക്കെ പ്രവർത്തിച്ചു കാണിച്ചു. പ്രവർത്തിച്ചത് മാത്രമേ പ്രസംഗിച്ചുള്ളൂ. ഇന്നിൻ്റെ പ്രത്യേകത പ്രസംഗം ധാരാളമുണ്ട്, പ്രവർത്തികളില്ല. പ്രവർത്തികളേ ഇല്ല, പ്രസംഗത്തിലെല്ലാം തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, സാക്ഷ്യ ജീവിതം ഉണ്ടാകണമെങ്കിൽ ജീവിതഗന്ധിയായി തീരണം. അത് രുചിച്ചറിവില്ലായികയാൽ ഇന്ന് സാക്ഷ്യ ജീവിതമില്ല. സകല പാപങ്ങളും മറയോ മടിയോ ഇല്ലാതെ ചെയ്യുകയാണ് ഇന്നത്തെ ക്രിസ്ത്യാനി. ഇന്നത്തെ ക്രിസ്ത്യാനിയാണ് ക്രിസ്തുവിനെ ഏറ്റവും വലിയ അപമാനം. ഇന്നത്തെ ക്രിസ്ത്യാനിയാണ് ക്രിസ്തുവിനെ ഏറ്റവും കൂടുതൽ മുറിപ്പെടുത്തുന്നത്. ദ്രവ്യാഗ്രഹിയായ ക്രിസ്ത്യാനി, ആഡംബരമോഹിയായ ക്രിസ്ത്യാനി, ലോകയിമ്പങ്ങളിൽ മുഴുകുന്ന ക്രിസ്ത്യാനി, ക്രൈസ്തവ ലക്ഷ്യം മറന്നുപോയ ക്രിസ്ത്യാനി, സാക്ഷ്യം നഷ്ടപ്പെടുത്തിയ ക്രിസ്ത്യാനി, യേശുവിന് അപമാനമായി മാറിയ ക്രിസ്ത്യാനി ഞാനും നിങ്ങളുമാണെങ്കിൽ അത് മാറണം. അതാണ് കർത്താവ് എന്ന് നമ്മളോട് പറയുന്നത്. മദ്യപാനിയും മയക്കുമരുന്നിന് അടിമയുമായ ക്രിസ്ത്യാനി. പ്രിയപ്പെട്ടവരെ, ലോകത്തെ ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിക്കപ്പെടുന്നത് പാപിയെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ യേശു എന്ന രക്ഷിതാവ് ഒരുക്കിയ രക്ഷാപദ്ധതിയോട് ബന്ധപ്പെടുത്തുകയാണെന്ന് അറിയുമ്പോൾ നിങ്ങൾക്കാർക്കും നീറുന്ന നൊമ്പരമില്ലേ? പ്രിയപ്പെട്ടവരെ, പാപിയെ പരിത്രാണം ചെയ്യാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലിറങ്ങിയ യേശുവിന്റെ തിരുപ്പിറവിയുടെ തിരുനാളിന് വിറ്റഴിക്കപ്പെട്ട മദ്യത്തിന്റെ കണക്ക് പത്രങ്ങളിൽ വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിനാണ് ഇത് 7 മടങ്ങായി വർദ്ധിക്കുന്നതെങ്കിൽ ക്രിസ്ത്യാനി അല്ലാതെ ആരാണ് ക്രിസ്മസിന് കുടിക്കുന്നത്? മരണത്തെ ജയിച്ച് ഉദ്ധിതനായ യേശുവിന്റെ ഉത്ഥാന പെരുന്നാൾ ആഘോഷിച്ച വേളയിൽ ആ റെക്കോർഡ് പിന്നെയും ഭേദിക്കപ്പെടുന്നുവെങ്കിൽ മലർന്നു കിടന്ന് തുപ്പുന്നു ഈ ക്രൈസ്തവ സമൂഹം. ലജ്ജാകരം, അതീവ ലജ്ജാകരം. ആരാണിത് തിരുത്തേണ്ടത്? ഇന്ന് മദ്യം ഒരു സംസ്കാരമായി മാറി. അതില്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീടുകളിൽ ഒരു സ്റ്റാറ്റസ് ഇല്ലാത്ത പരിപാടിയായി മാറി. ഇന്നത് സ്റ്റാറ്റസിൻ്റെ സിമ്പിളായിരിക്കുന്നു. ദൈവമക്കളെ, സാക്ഷ്യം നഷ്ടപ്പെട്ട ക്രൈസ്തവ ജനത, ജീവിതത്തിൽ രുചിച്ചറിഞ്ഞവർക്ക് ആർക്കും ഇതിങ്ങനെ ചെയ്യാനാകില്ല. യേശുവിനെ അറിയാത്തവരാണ് ഈ തിന്മകളെ പരിപോഷിപ്പിക്കുന്നവർ. അവർക്കൊരിക്കലും സാക്ഷികളാകാൻ കഴിയില്ല. സാക്ഷിയാകണമെങ്കിൽ യേശുവിനെ അറിയുക തന്നെ വേണം. ആമേൻ. ഈ രാത്രി ആ അറിവിന് വേണ്ടി ദാഹിക്കുക പ്രിയപ്പെട്ടവരെ. ഈ ശബ്ദപരിധിക്കുള്ളിൽ ഒരാളെങ്കിലും ഇന്ന് രാത്രി ഈ നിയോഗം ഏറ്റെടുത്തെങ്കിൽ ദൈവം ഇന്ന് കൃതാർത്ഥനായി. ഈ യോഗത്തിന് ശേഷം ഒരു വിലയിരുത്തലുണ്ടല്ലോ. ധാരാളം ആളുകൾ വന്നു, ശബ്ദം നല്ലതായിരുന്നു, വെളിച്ചം നല്ലതായിരുന്നു, പ്രഭാഷകന്മാരെല്ലാം സമയത്ത് വന്നു, നല്ല പ്രഭാഷണങ്ങളായിരുന്നു, അതുകൊണ്ട് യോഗം വിജയിച്ചു. ഇല്ല, ഒരിക്കലും വിജയിച്ചിട്ടില്ല. ഒരു പാപിയെങ്കിലും ഈ ശബ്ദപരിധിക്കുള്ളിൽ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഈ യോഗം പരാജയമാണ്. അമ്പമ്പേ പരാജയം. ജീവിതത്തെ തിരുത്തണം, തിന്മകളിൽ നിന്ന് വിട്ടുപോരണം, പാപജീവിതത്തോട് വിട പറയണം. കർത്താവിന് അവൻ ആഗ്രഹിച്ച മറുപടി കൊടുക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ തിരുത്തപ്പെടൽ ഉണ്ടാകണം. രുചിച്ചറിവില്ലാത്തത് കൊണ്ട് ആളുകൾ പാപം ചെയ്ത് ദൈവനാമത്തെ ദുഷിക്കുന്നു, സാക്ഷ്യം നഷ്ടപ്പെടുത്തുന്നു. അതുപോലെ രുചിച്ചറിവില്ലാത്തതിനാൽ പ്രവൃത്തിയുമില്ല. സുവിശേഷം പ്രസംഗിക്കപ്പെടാനുള്ളതാണ്, അതിലുപരി അത് പ്രവർത്തിക്കപ്പെടാനുള്ളതാണ്. ഹല്ലേലൂയ. തകർന്ന ജീവിതങ്ങൾ പണിയപ്പെടണം. രോഗിക്ക് ചികിത്സയായി മാറണം സുവിശേഷം, മരുന്നായി മാറണം സുവിശേഷം, നഗ്നന് വസ്ത്രമായി മാറണം സുവിശേഷം, ബന്ധിതന് ആശ്വാസമായി മാറണം സുവിശേഷം, ദരിദ്രന് ആഹാരമായി മാറണം സുവിശേഷം, അനാഥന് അഭയമായി മാറണം സുവിശേഷം. ആകുന്നില്ലെങ്കിൽ അത് സുവിശേഷമല്ല. പന്തലിൽ കൈകൊട്ടി പാടുന്നതോ മൈക്കിന് മുമ്പിൽ പ്രസംഗിക്കുന്നതോ അല്ല ഇന്നിന്റെ ആവശ്യം. സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നതിനപ്പുറം പ്രവർത്തിക്കപ്പെടാനുള്ളതാണ്. പ്രവർത്തിക്കപ്പെടാത്ത സുവിശേഷം സുവിശേഷമല്ല. ആർക്കെങ്കിലും ഉള്ളിൽ വേദന തട്ടുന്നുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ശൈലി ഒന്ന് മാറ്റിപ്പിടിക്കണം. സുവിശേഷം പ്രവർത്തിക്കപ്പെടാനുള്ളതാണ്. നിങ്ങൾക്കൊരു ഹോംവർക്ക് തരികയാണ്. എനിക്ക് അനുവദിക്കപ്പെട്ട സമയം തീരുന്നു. ഇന്ന് യോഗാനന്തരം നിങ്ങളുടെ
പാർപ്പിടത്തിലെത്തിയിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 25-ാമത്തെ അധ്യായം 31 മുതൽ ആ അധ്യായം മുഴുവനും വായിക്കണം. ഒരു പ്രാവശ്യം വായിച്ചിട്ട് ആ വേദഭാഗം പറയുന്ന ദൈവിക ആലോചന മനസ്സിലായില്ലെങ്കിൽ രണ്ടാമതും വായിക്കണം. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ മൂന്നാമതും വായിക്കണം. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകുന്നതുവരെ വായിക്കണം. ഹല്ലേലൂയ. മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 25-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ, ആ അധ്യായത്തിൻ്റെ അവസാനം വരെ യേശു നടത്തുന്നൊരു ന്യായവിധിയെക്കുറിച്ച് അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാം പാടിയതിൻ്റെ കണക്ക്, പ്രസംഗിച്ചതിൻ്റെ കണക്ക്, കൺവെൻഷനിൽ പങ്കെടുത്തതിൻ്റെ കണക്ക്, ധ്യാനയോഗത്തിൽ പങ്കെടുത്തതിൻ്റെ കണക്ക്, പ്രിയപ്പെട്ടവരെ പള്ളിക്ക് കൊടുത്തതിൻ്റെ കണക്ക്, പള്ളി തന്നെ പണിത് കൊടുത്തതിൻ്റെ കണക്ക് നിരത്തി വെച്ചാൽ സ്വർഗകവാടം തുറക്കുമെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. കവാടം തുറക്കുന്നതിൻ്റെ മാനദണ്ഡം ആ വേദഭാഗത്തുണ്ട്. വീട്ടിൽ ചെന്ന് വായിക്കണം. സാക്ഷികളാകേണ്ടത് എങ്ങനെയെന്ന് അപ്പോഴറിയാം. ധൂർത്തടിക്കപ്പെടുന്ന പണത്തിന് നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. സ്വർഗത്തിലൊരു ദൈവമുണ്ട്, അവനെല്ലാം കാണുന്നു, എല്ലാം അറിയുന്നു. ജീവിതത്തെ തിരുത്തുക. ക്രിസ്ത്യാനി ക്രിസ്തു ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കട്ടെ. അതാണ് സാക്ഷ്യം. കഴിഞ്ഞ നാളിൽ നമ്മൾ പലതും ചെയ്തിട്ടുണ്ട്. കർത്താവ് അത് കണ്ടിട്ടുണ്ട്, കണക്കെഴുതിയിട്ടുണ്ട്. അവൻ ആർക്കും കടക്കാരനായിരുന്നിട്ടില്ല, അവന് അങ്ങനെ ഇരിക്കുകയുമില്ല, ഉത്തരം തരും. ആകയാൽ നമുക്ക് ശക്തിയെ പുതുക്കാം, നമുക്ക് ബലപ്പെടാം, കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാം, കർത്താവിൻ്റെ വേല ആവോളം ചെയ്യാം. ഈ കർത്താവ് ഏകരക്ഷകനാകയാൽ അവനെ ലോകത്തിൻ്റെ മുമ്പിൽ വിളംബരം ചെയ്യാം. അത് നമ്മുടെ കുടുംബജീവിതത്തിലൂടെ, സമൂഹ ജീവിതത്തിലൂടെ, ക്രയവിക്രയങ്ങളിലൂടെ, നമ്മുടെ നടപ്പിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ, നമ്മുടെ ജീവിത ക്രമീകരണങ്ങളിലൂടെ നമുക്ക് വെളിപ്പെടുത്താം. യഥാർത്ഥ സാക്ഷികളായി ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് വെളിപ്പെടാം. ഈ ആണ്ടിലെ കൺവെൻഷൻ അതിനുതകട്ടെ. ഇങ്ങനൊരു വിലപ്പെട്ട ചിന്താവിഷയം ഈ കൺവെൻഷന് തിരഞ്ഞെടുത്തവരെ ആത്മാർത്ഥമായി ഞാൻ അഭിനന്ദിക്കുന്നു. എന്നാൽ ഈ പ്രഘോഷിക്കപ്പെടുന്ന വചനം മാർക്കിട്ട് മടങ്ങാനുള്ള ഒന്നായി മാറരുത്. ആർക്കെങ്കിലുമൊക്കെ വേദന ഉണ്ടായിട്ടുണ്ടാകണം. ആ വേദനകൾ ക്രിയ ചെയ്യട്ടെ. ഏതു വേദനയും ഫലമുളവാക്കും. അതുകൊണ്ട് ജീവിതത്തെ തിരുത്തുക. നമുക്കൊരു വാക്കുകൂടെ പ്രാർത്ഥിക്കാം, തലകളെ വണക്കാം. ഹല്ലേലൂയ. സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവേ, നിൻ്റെ പാദപീഠത്തിൽ, നിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ ഞങ്ങൾ ഇരുന്നപ്പോൾ നീ കൊണ്ടുവന്നിരുത്തിയതാണ് ഞങ്ങളെ. നിൻ്റെ അതിശ്രേഷ്ഠമായ പദ്ധതി ഞങ്ങളെ ഓർമ്മപ്പെടുത്താനും ബോധ്യപ്പെടുത്താനും ഞങ്ങളുടെ ഉള്ളുലയ്ക്കുന്ന ചിന്തകളാണ് പകുത്തുവെച്ചതെന്ന് ഞങ്ങളിപ്പോഴറിയുന്നു. ഞങ്ങളെക്കുറിച്ചുള്ള നിൻ്റെ ആഗ്രഹങ്ങളാണ് ഇവിടെ വെളിപ്പെടുത്തി കേൾപ്പിച്ചത്. പലപ്പോഴും ഞങ്ങൾ നിൻ്റെ പദ്ധതിയിൽ നിന്ന് ഒരുപാട് പുറത്താണ്. നിൻ്റെ ആഗ്രഹങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്നവരാ. ഞങ്ങൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നവരാ. ഞങ്ങൾക്ക് നിൻ്റെ പേര് വേണം, ഞങ്ങൾക്ക് നിന്നിൽ പ്രശസ്തി വേണം. പക്ഷെ നിൻ്റെ ആഗ്രഹങ്ങളൊന്നും ഞങ്ങൾ മാനിച്ചിട്ടില്ല. പിഴ പറ്റിയിട്ടുണ്ട്, കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ തിരുത്തപ്പെടാൻ കാഹളമൂതിയ ദൈവമേ, ഈ കേട്ട വചനം ഇന്ന് രാത്രി ക്രിയ ചെയ്യട്ടെ. ഇത് കേട്ടുകൊണ്ടിരുന്ന ആളുകളുടെ ഉള്ളുലയട്ടെ. ഈ ജനം വാസ്തവമായിട്ട് നിലവിളിക്കട്ടെ. ഈ ജനം മാനസാന്തരപ്പെട്ടുകൊള്ളട്ടെ. ഇന്നു മുതൽ ജീവിതത്തിൽ ഒരു വ്യക്തത കൈവരട്ടെ. കർത്താവിൻ്റെ യഥാർത്ഥ സാക്ഷികളായി ജീവിച്ച് കർത്ത പദ്ധതിയെ എന്നേക്കുമായി നിറവേറ്റുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം. എല്ലാ അനുഗ്രഹങ്ങളാലും നിറയ്ക്കണം. ദൈവമേ, അവിടുന്ന് മാത്രം മഹത്വമെടുക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തുതിക്കുന്നു. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.